സ്ത്രീജനങ്ങൾക്കും കുട്ടികൾക്കും പൊതുവെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി എത്തുന്നു ഡോക്ടേഴ്സ് വ്യൂ. മിക്ക സ്ത്രീകളെ അലട്ടുന്നൊരു പ്രശ്നമാണ് മെലിച്ചിൽ. ശരീരം മെലിഞ്ഞിരിക്കുക. ഓവർ തടിയെ പോലെ തന്നെ എല്ലാ സ്ത്രീകളെയും വിഷമിക്കുന്ന മറ്റൊരു പ്രശ്നം തന്നെയാണ് ഈ മെലിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് ഈ മെലിച്ചിൽ വരുന്നത്, അതിൻ്റെ മെലിച്ചിലുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇവയൊക്കെ എന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെലിച്ചിലുണ്ടാക്കുന്ന കുറേ രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുമ്പോൾ അടിക്കടി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഇപ്പം പനിയോ അല്ലെങ്കിൽ വയറിളക്കമോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് അടുത്തടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മെലിച്ചിലുണ്ടാക്കാറുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയുക. നമുക്ക് നന്നായിട്ട് കലോറി കണ്ടൻറ്റുള്ള ആഹാരങ്ങളൊന്നും നമ്മൾ കഴിക്കാതിരിക്കുകയാണെങ്കിലും, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരമൊന്നും കറക്റ്റ് അബ്സോർവ് ആവുന്നില്ല, അതുപോലെ എന്തെങ്കിലും ആമാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഈ മെലിച്ചിലുണ്ടാവാറുണ്ട്. അതുപോലെ ചില പെൺകുട്ടികൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് ഫാസ്റ്റിങ്സ് ഒക്കെ, അതായത് ഉപവാസങ്ങളൊക്കെ എടുക്കുക. അപ്പം ആരോഗ്യമൊക്കെ തീരെ ഇല്ലാത്ത മെലിഞ്ഞ കുട്ടികളൊക്കെയാണ് എപ്പോഴും ഈ ഉപവാസമൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കുമൊക്കെ ഈ മെലിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുകയാണെങ്കിലും ഇങ്ങനത്തെ ഈ മെലിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ലൂക്കോറിയ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. സ്ത്രീകളിൽ കാണപ്പെടുന്ന അസുഖമാണ്. അസ്ഥിസ്രാവം എന്നറിയപ്പെടുന്ന രോഗം. ഇവയുള്ള സ്ത്രീകളും ഇതുപോലെ പെട്ടെന്ന് തന്നെ മെലിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നില്ല, ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡയബറ്റീസ് പോലത്തെയോ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് പോലത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആമാശയത്തിനെ ബാധിക്കുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തന ഫലമായിട്ട് നമുക്ക് മെലിഞ്ഞു പോകാറുണ്ട് സ്ത്രീകൾ. പിന്നെ ഈ മെലിഞ്ഞിരുന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഒരു വണ്ണമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഹൈറ്റിനനുസരിച്ച് എത്ര വെയിറ്റ് വേണം എന്നുള്ളത് നമുക്ക് BMI എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ BMIയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 18.5 BMIക്ക് താഴെയുള്ള എല്ലാവരും നമുക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ കരുതപ്പെടാം. അപ്പോൾ അത് ലോ വെയിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അവരുടെ വെയിറ്റ് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. കാര്യം സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെലിച്ചിൽ ഒരുപാട്, അതായത് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ലാത്ത സ്ത്രീകൾക്കൊക്കെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലോ ബർത്ത് വെയിറ്റ്, അതായത് വെയിറ്റ് കുറഞ്ഞ രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാകാനും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്തെങ്കിലും വന്ധ്യതയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും അല്ലെങ്കിൽ നേരത്തെ തന്നെ കുട്ടി ജനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനും അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും തന്നെ അത് മെച്ചപ്പെടുത്തിയതിന് ശേഷം മാത്രം പ്രഗ്നൻ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴായാലും ആ ഒരു BMI റേഷ്യോ എല്ലാ സ്ത്രീകളും കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേരത്തെ പറഞ്ഞത് കണക്കുപോലെ എന്തെങ്കിലും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡൈജസ്റ്റീവ് കംപ്ലയിൻസോ എന്തെങ്കിലും അസുഖങ്ങളോ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിച്ച് എന്നിട്ട് അത് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ അവർക്ക് ആ മെലിച്ചിലിൻ്റെ പ്രശ്നം മാറുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അവർ എന്ത് മെഡിസിൻ കഴിച്ചാലും, ഇപ്പം ലൂക്കോറിയയുടെ അസ്ത്രസ്രാവം പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ എത്ര ആഹാരം കഴിച്ചാലും ചിലപ്പോൾ അവരുടെ ശരീരം തടിച്ചു എന്ന് വരില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റിയാലേ ഈ മെലിച്ചിൽ മാറുകയുള്ളൂ. അപ്പം എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാവരുടെയും തന്നെ ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്തതിന് ശേഷം അവർ BMI കണ്ടുപിടിക്കുക. അപ്പോൾ അത് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എത്ര വെയിറ്റ് ആണ് ഒരാൾക്ക് വേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ നോക്കുക. അപ്പം ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 100 കുറയ്ക്കുക. നമ്മുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്ററിനകത്തുനിന്ന് ഒരു 100 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, ആ വെയിറ്റ് ആയിരിക്കും പ്രധാനമായിട്ട് ഒരാൾക്ക് ഒരു ഏകദേശ കണക്കാണിത്. ആ വെയിറ്റ് ആയിരിക്കും നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ ഉള്ള പുരുഷനാണെങ്കിൽ ഒരു 60 കിലോ വെയിറ്റ് ആയിരിക്കും അയാൾക്കൊരു ആവറേജ് ആയിട്ട് വേണ്ടുന്ന വെയിറ്റ് എന്ന് പറയുമ്പോൾ. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ നിന്നൊരു 5 യൂണിറ്റെങ്കിലും കുറഞ്ഞ് നിൽക്കണം. ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു 55 കിലോ ആയിരിക്കും കറക്റ്റായിട്ട് ആ സ്ത്രീക്ക് വേണ്ടത്. അപ്പോൾ അതിനെക്കാട്ടി കുറവ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അണ്ടർ വെയിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ആഹാരങ്ങളും ജീവിതചര്യയിൽ വരുത്തുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രധാനമായിട്ട് മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാര്യമെന്ന് പറയുന്നത് അവർ കഴിക്കുന്ന ആഹാരം കറക്റ്റാണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു 500 കലോറി എക്സ്ട്രാ അവർക്ക് വേണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ആഹാരം മെലിഞ്ഞിരിക്കുന്നവർക്ക് വേണം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ വിശപ്പൊന്നുമില്ല, ഡൈജസ്റ്റീവ് ഫയറൊക്കെ തീരെ കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ എത്ര ഫുഡ് നമ്മൾ കൂടുതൽ കഴിച്ചാലും അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയുള്ളൂ. കാര്യം അത് ഇൻഡൈജഷൻ ഉണ്ടാക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ആയുർവേദപരമായിട്ട്
പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഫുഡ് കഴിക്കുമ്പോഴായാലും ആദ്യം അവരുടെ ആ ഒരു ഡൈജസ്റ്റീവ് ഫയറിനെ ഒന്ന് കറക്റ്റ് ചെയ്ത്, അതായത് ദീപനപാചനം, അതായത് നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് നടക്കുന്ന രീതിയിലും ഒക്കെ ഉള്ള രീതിയിലുള്ള മരുന്നുകൾ ആദ്യം കൊടുത്തതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ള ആഹാരങ്ങളും ഒക്കെ തന്നെ കൂടുതലായിട്ട് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഷ്ടചൂർണ്ണമൊക്കെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് കൊച്ചു കുട്ടികൾക്കായാലും ശരി വലിയവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു മരുന്നാണ് അഷ്ടചൂർണ്ണം എന്ന് പറയുന്നത്. അത് മോരിൽ കലക്കിയിട്ട് ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ കൊടുത്താൽ, അപ്പോൾ വലിയവർക്കാണെങ്കിൽ 1-1.5 ടീസ്പൂൺ ഒരു ഗ്ലാസ് 1/2 ഗ്ലാസ് മോരിലോ അല്ലെങ്കിൽ കഴിക്കുന്ന ചോറിനോടൊപ്പം ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല വിശപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പം മുതിർന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഷ്ടചൂർണ്ണോ അല്ലെങ്കിൽ വൈശ്വാനര ചൂർണ്ണോ അല്ലെങ്കിൽ പഞ്ചകോലാസവോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് വിശപ്പൊക്കെ കൂടുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ സേവിച്ചതിന് ശേഷം നേരത്തെ പറയുന്ന ഇനി പറയാൻ പോകുന്ന രീതിയിലുള്ള ആഹാരചര്യയൊക്കെ ശീലിക്കുക. അപ്പം ആഹാരത്തിൽ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരുപാട് കൊളസ്ട്രോളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് കൊഴുപ്പൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി പഞ്ചസാരയോ ഇവയൊക്കെ കഴിച്ചിട്ട് ഒരിക്കലും വണ്ണം കൂട്ടാനായിട്ട് ആരും ശ്രമിക്കരുത്. കാര്യം അതൊക്കെ നമുക്ക് പിന്നീട് കൊളസ്ട്രോളിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും തന്നെ എപ്പോഴും നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് തന്നെ വണ്ണം കൂട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവരും ഒരു 6 നേരമെങ്കിലും ഫുഡ് കഴിക്കുക. അപ്പം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയും കൂടാതെ അതിൻ്റെ ഇടനേളകളിലും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം വണ്ണം കൂട്ടാനായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡെന്ന് പറയുന്നത് ഈ ഇടനേളകളിൽ കഴിക്കുന്ന ഷേക്ക് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അതായത് പാലിനകത്ത് ഡേറ്റ്സും നട്ട്സും ഉണക്കമുന്തിരിങ്ങയും നമ്മുടെ ഏത്തപ്പഴവും ഒക്കെ ചേർത്തിട്ട് ഷേക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അത് ഒത്തിരി കലോറി അതിനകത്ത് നിന്ന് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കഴിക്കാവുന്നതാണ്. അതുപോലെ വണ്ണം കൂടാൻ കഴിക്കാൻ പറ്റുന്ന മറ്റൊരു എന്ന് പറയുന്ന നമ്മുടെ ഈന്തപ്പഴവും ഉണക്കമുന്തിരിങ്ങയും നട്ട്സും എല്ലാം കൂടി ഇട്ട് പാലിൽ നന്നായിട്ട് തിളപ്പിക്കുക, എന്നിട്ട് ആ പാല് കുടിക്കുക. അതും വണ്ണം കൂട്ടാൻ നല്ലതാണ്. അതുപോലെ ദിവസം ഒരു 3-4 ഏത്തപ്പഴമെങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മറ്റെല്ലാ തരത്തിലുള്ള ആപ്പിൾ ആയാലും ഏത് ഫ്രൂട്ട്സ് ആയാലും നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. കഴിവതും വെറും വയറ്റിൽ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നതായിരിക്കും മെലിഞ്ഞവർക്ക് നല്ലത്. കാര്യം അവർക്കെപ്പോഴും എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊപ്പം കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം വെറും വയറ്റിലൊക്കെ ചില ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെലിഞ്ഞു പോകാനാണ് സാധ്യതയുള്ളത്. അപ്പം അതുപോലെ തന്നെ അവർക്ക് അരിയെപ്പറ്റി പറയുകയാണെങ്കിൽ അവർ കഴിക്കുന്ന എപ്പോഴും നല്ല തവിടുള്ള അരി കഴിക്കുന്നതായിരിക്കും നല്ലത്. കഴിക്കുന്ന ആഹാരത്തിൽ എപ്പോഴും നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മീനും ആഴ്ചയിൽ ഒരു 1-2 ദിവസം വല്ലതും മട്ടനും അല്ലെങ്കിൽ ഒരു ദിവസം വല്ലതും ബീഫും ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും മുട്ട കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരുവും കൂടി ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ അവർക്ക് പാലും വെണ്ണയും ഒക്കെ തന്നെ കഴിക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് എക്സർസൈസും കൂടെ ആവശ്യമാണ്. അപ്പം മെലിഞ്ഞിരിക്കുന്നവർ സാധാരണ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സർസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെലിഞ്ഞു പോകുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. എപ്പോഴും നമ്മൾ മസിൽസിനെയൊക്കെ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും എക്സർസൈസും കൂടെ ചെയ്തിട്ട് അതിനൊപ്പം ഫുഡും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ നല്ല മാറ്റം വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ദിവസവും തന്നെ ഒരു ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും അവർ കുറച്ച് എക്സർസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് യോഗാസനങ്ങൾ, അതായത് സൂര്യ നമസ്കാരം പോലത്തെ കുറച്ച് യോഗാസനങ്ങളും കുറച്ച് പ്രാണായാമവും കൂടെ ഒക്കെ ഒപ്പം ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ശരീരത്തിൽ ആ ഒരു മാറ്റം വരുന്നതായിരിക്കും. അപ്പം പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേഹ്യങ്ങളൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് വണ്ണം കൂടാനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം ആദ്യമേ തന്നെ ഈ ലേഹ്യങ്ങളോ അല്ലെങ്കിൽ നെയ്കളോ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഡൈജഷൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ആദ്യം പറഞ്ഞതുപോലെ ദീപനപാചനങ്ങളായിട്ടുള്ള കുറച്ച് മരുന്നൊക്കെ കഴിച്ച് ഡൈജസ്റ്റീവ് ഫയറും ഡൈജസ്റ്റീവ് കപ്പാസിറ്റിയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അശ്വഗന്ധാദി ലേഹ്യമോ അല്ലെങ്കിൽ ബ്രഹ്മരസായനമോ അല്ലെങ്കിൽ നാരസിംഹ രസായനമോ അല്ലെങ്കിൽ ചവനപ്രാശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിക്കാവുന്നതാണ്. അത് വളരെ ഫലപ്രദമാണ്. ഒരു 2-3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു പുഷ്ടിയും ആ ഒരു ഇമ്മ്യൂണിറ്റി പവറും ആ ഒരു ദേഹത്തിനുള്ളൊരു ബലവും ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ ദേഹത്തൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും യുക്തമായിട്ടുള്ള ഏതെങ്കിലും തൈലങ്ങളും കൂടി ചേർത്ത് മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മഹാമാശ തൈലം, ശാഷ്ടിക തൈലം, അതുപോലെ ബല അശ്വഗന്ധാദി തൈലം ഇവയൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ശരീരം മസാജ് ചെയ്ത് കുളിക്കുവാണെങ്കിലും തീരെ പുഷ്ടിയില്ലാത്തവർക്കാണെങ്കിൽ നല്ല പുഷ്ടിയൊക്കെ വരുത്താനായിട്ട് നല്ലതാണ്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ശാഷ്ടിക തൈലമോ അല്ലെങ്കിൽ
മഹാമാഷ തൈലമോ അല്ലെങ്കിൽ ബലാശ്വഗന്ധാരി തൈലമൊക്കെ ചേർത്ത് മസാജ് ചെയ്യുകയാണെങ്കിൽ അവയൊക്കെ തന്നെ തീരെ മെലിഞ്ഞ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പഞ്ചജീരക ഗുഡമോ അല്ലെങ്കിൽ വിതാര്യാദി ലേഹ്യമോ അല്ലെങ്കിൽ വിതാര്യാദി ഘൃതമോ ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിലും തീരെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത സ്ത്രീകൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അവർക്കുള്ള മെലിച്ചിലും ഒക്കെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പം മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് എപ്പോഴും തന്നെ അലട്ടുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരുപാട് വരൾച്ച ഉള്ളതുപോലെ തോന്നുക, അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം പോലെ തോന്നുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റുവാനൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന കണക്കുപോലെ യുക്തമായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ആ ഡൈജസ്റ്റീവ് ഫയറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും, അതിന് യുക്തമായിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങളും ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെലിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ എല്ലാവർക്കും മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗകാരണങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ഔഷധങ്ങളോ അല്ലെങ്കിൽ ഫുഡോ ഒന്നും കഴിച്ചാൽ തന്നെ അവർക്ക് ആ വണ്ണത്തിൻ്റെ പ്രശ്നം ശരിയാവത്തില്ല. അപ്പോൾ അവർക്ക് ആ രോഗം എന്താണെന്ന് കണ്ടെത്തി അതും കൂടി ട്രീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രശ്നം മാറുകയുള്ളൂ. അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ മൂലം ഒരുപാട് പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൗമാരപ്രായകാലത്തിലൊക്കെ ഒത്തിരി പേർക്ക് ഈ മെലിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് ഒരുപാട് പെൺകുട്ടികൾ കാണുന്നതിന് അനോറെക്സിയ നെർവോസ, അനോറെക്സിയ ബുലിമിയ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അതായത് ഒരുപാട് ഹെൽത്ത് കോൺഷ്യസും ബ്യൂട്ടി കോൺഷ്യസും ആയിട്ട് പെൺകുട്ടികൾ മാറുകയും അപ്പോൾ എപ്പോഴും മെലിഞ്ഞിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തീരെ ഫുഡ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഛർദ്ദിച്ച് കളയുക, അങ്ങനെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടായിട്ട് അങ്ങനെ കുറേ ഈറ്റിംഗ് ഡിസോർഡേഴ്സൊക്കെ ചില കുട്ടികളിൽ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും ഈ നല്ല മെലിച്ചിലായിരിക്കും കാണുന്നത്. അപ്പോൾ അമ്മമാർ അത് ശ്രദ്ധിക്കുക. കുട്ടി കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഛർദ്ദിച്ച് കളയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങളുണ്ടോ, ഇവയൊക്കെ കൂടി ശ്രദ്ധിക്കണം. കാര്യം ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉള്ളവർക്കും ഉറക്കക്കുറവുള്ളവർക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ഫുഡ് കഴിച്ചാലും ചിലപ്പോൾ അവർക്ക് മെലിച്ചിലുണ്ടായി എന്ന് വരാം. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവയൊക്കെ തന്നെ മാറ്റുക. പിന്നെ എപ്പോഴും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസവും തന്നെ ഒരു പിടി നട്ട്സ് കഴിക്കുക. നട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാഷ്യൂനട്ടും ബദാമും കപ്പലണ്ടിയും ഡേറ്റ്സും എല്ലാം കൂടി ചേർത്ത് കഴിക്കുക. അതുപോലെ ഉണക്കമുന്തിരിങ്ങ കഴിക്കുക. പാല്, മുട്ട, മത്സ്യങ്ങൾ, മീൻ, ഇവയെല്ലാം തന്നെ പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, ക്യാരറ്റ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും എല്ലാം തന്നെ പലതരത്തിലുള്ള ഡയറ്റ്സ് മാറി മാറി കഴിക്കുക. അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യൊക്കെ ചേർത്ത് ദോശ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. എന്നാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ വണ്ണം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുക, ഓയിലി ഫുഡൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് എപ്പോഴും അവരുടെ കറക്റ്റ് വെയിറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. വെയിറ്റ് നേരത്തെ കറക്റ്റ് ചെയ്ത് നിർത്തിയില്ല എന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും പിന്നീട് സ്ത്രീകൾക്ക് വയസ്സാവുന്ന കാലത്തൊക്കെ ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലിന് തേയ്മാനം വരുന്നത് പോലത്തെയുള്ള രോഗങ്ങൾ, അതൊക്കെയാണ് പ്രധാനമായിട്ട് മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ വരാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ മറ്റ് പലതരത്തിലുള്ള സിസ്റ്റമിക് കംപ്ലയിൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും തന്നെ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ കുറയ്ക്കുക, തീരെ മെലിഞ്ഞവരാണെങ്കിൽ ആ വെയിറ്റ് കൂട്ടുക. അങ്ങനെ അവരുടെ ആവശ്യത്തിന്, അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കുക.